ഓക്കെ മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഇത് നിങ്ങൾ പഠിച്ചല്ലോ, മലേറിയ ഒരു പ്രോട്ടോസോവൽ ഡിസീസാണ്. ഇവിടെ ഞാൻ രണ്ട് രോഗങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച അതേ സ്റ്റൈൽ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടും റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം സിംറ്റംസ് ഒക്കെ. പക്ഷെ രണ്ടും രണ്ട് പാത്തജനാണ് ഉണ്ടാക്കുന്നത്. അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതുപോലെ ഇവിടെ എഴുതി വെച്ചത്. നോക്കാം നിങ്ങൾ. ഇതിൽ അമീബിയാസിസ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ പറയുന്ന പേരെന്താ? അമീബിക് ഡിസെൻട്രി എന്നാണ് പറയുക. അമീബിക് ഡിസെൻട്രി. ഈ അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്ന രോഗം എന്ത് രോഗമാണ്? ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. ഇതൊരു പ്രോട്ടോസോവൻ ആണ് അല്ലെ? പ്രോട്ടോസോവൻ ഡിസീസാണ്. അമീബ എന്ന് പറഞ്ഞ പ്രോട്ടോസോവയപ്പെട്ട സാധനം അല്ലേ? അപ്പൊ ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ് അമീബിയാസിസ്. അമീബിക് ഡിസെൻട്രി എന്നാണ് നമ്മൾ പറയുക. എന്താണ് ഡിസെൻട്രി? ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ വയറിളക്കം. പിന്നെന്താണ് നമുക്ക് ഡയറിയ എന്ന് പറഞ്ഞുകൂടാ? ഡയറിയയും ഡിസെൻട്രിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഡയറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം, ലൂസ് മോഷൻ അല്ലെ? ഫീക്കൽ മാറ്ററിന്റെ ഫ്ലൂയിഡിറ്റിയും അതിന്റെ ഫ്രീക്വൻസിയും കൂടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡയറിയ എന്ന് പറയുക. അത് ഡിസെൻട്രി എന്ന് പറഞ്ഞാലും ലൂസ് മോഷൻ തന്നെയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം ചോദിച്ചാൽ, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു മൈക്രോബ് ഉണ്ടാക്കിയതായിരിക്കാം. രണ്ടാമത് നിങ്ങൾ സാധാരണ ഫീക്കൽ മാറ്ററിന്റെ കൂടെ ബ്ലഡും മ്യൂക്കസും ഉണ്ടാവാം. മ്യൂക്കസ് എന്ന് കേട്ടിട്ടില്ലേ? മ്യൂക്കസ് ഇറോഷൻ എന്ന് പറയും. മ്യൂക്കസ് ഈ ഫീക്കൽ മാറ്ററിന്റെ കൂടെ വരാം. അതുപോലെ തന്നെ ബ്ലഡിന്റെ ക്ലോട്ട്സും വരാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിന് ഡിസെൻട്രി എന്ന് പറയുക. ഡിസെൻട്രി എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാക്കുന്നത് പാത്തജൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡ്, നിങ്ങളുടെ ഒരു തീരെ കഴിക്കാത്തൊരു ഫുഡെല്ലാം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അബ്നോർമലായ സമയത്ത് കഴിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് വയറിളക്കം വരാം. അത് ഇൻഡൈജഷൻ കാരണമായിരിക്കാം ചിലപ്പം വരുന്നത്. എന്നാൽ ഇവിടെ അത് ഡിസെൻട്രി എന്ന് പറയുമ്പോൾ അത് ഒരു പാത്തജൻ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ നമ്മൾ അമീബിക് ഡിസെൻട്രി, ബാക്ടീരിയൽ ഡിസെൻട്രി എന്നൊക്കെ കേട്ടില്ലേ? ബാക്ടീരിയ ഉണ്ടാക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസെൻട്രിയെ ബാക്ടീരിയൽ ഡിസെൻട്രി എന്ന് പറയുമെങ്കിൽ അമീബ് ഉണ്ടാക്കുന്ന ഡിസെൻട്രിയെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വെറും ലൂസ് മോഷൻ അല്ല, അതിൻ്റെ കൂടെ എന്തുണ്ടാവാം? ബ്ലഡ് ക്ലോട്ട്സും ഉണ്ടാവാം, അതുപോലെ തന്നെ മ്യൂക്കസും ഉണ്ടാവാം. നോക്കൂ, അമീബിയാസിസ്, അതിന് നമ്മൾ അമീബിക് ഡിസെൻട്രി എന്നാണ് പറയുക. ഇതൊരു പ്രോട്ടോസോവൽ ഡിസീസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പ്രോട്ടോസോവൽ ഡിസീസാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്ന് മലേറിയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തത് അമീബിയാസിസ്, അമീബിക് ഡിസെൻട്രി. ഉണ്ടാക്കുന്ന പാത്തജന്റെ പേരെന്താ? എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക. എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക എന്ന് പറയുന്ന ഒരു അമീബയാണ് ഇത് ഉണ്ടാക്കുന്നത്. എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക പാത്തജൻ. രണ്ടാമത്തത് ഏത് ഭാഗത്തെയാണ് ആക്രമിക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ കാണാം, ഇറ്റ് എഫക്ട് ദ ലാർജ് ഇൻഡസ്റ്റൈൻ. കാരണം നിങ്ങൾക്കറിയാം, ലാർജ് ഇൻഡസ്റ്റൈനിലാണ് കാര്യമായിട്ട് എന്ത് വരുന്നത്? വാട്ടറിന്റെ റീ അബ്സോർപ്ഷൻ വരുന്ന ഭാഗം. പരമാവധി വാട്ടർ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നാണ്, നിങ്ങളുടെ ഫീക്കൽ മാറ്ററിൽ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫീക്കൽ മാറ്റർ ഡ്രൈ ആയിട്ട് പരമാവധി വളരെ ഡ്രൈ അല്ലെങ്കിലും ഡ്രൈ ആയിട്ട് വരുന്നത്. എന്നാൽ അതേ സമയത്ത് ലാർജ് ഇൻഡസ്റ്റൈനെ ബാധിക്കുമ്പോൾ അതിന്റെ വാട്ടറിന്റെ അബ്സോർപ്ഷൻ വ്യത്യാസം വരുമ്പോഴാണ് അതൊരു ലൂസ് മോഷനായിട്ട് മാറുന്നത്. അപ്പോൾ ലാർജ് ഇൻഡസ്റ്റൈനെ ബാധിക്കുന്നു. പിന്നെ ഇത് ഇതിലൂടെ പകരുന്ന രോഗമാണ്. ഇറ്റ് ഈസ് എ വാട്ടർ ബോൺ ഡിസീസ്. അതായത് വാട്ടർ ബോൺ എന്ന് പറയാൻ എന്തൊക്കെയാണ്? ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫുഡ് എക്സെട്ര. ഈ അമീബ ഉള്ള ഫുഡ് അല്ലെങ്കിൽ അതുപോലെ വാട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് വരുന്നത്. ഇറ്റ്സ് എ വാട്ടർ ബോൺ ഡിസീസ്. ഇതൊരു വാട്ടർ ബോൺ ഡിസീസാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇതിനൊരു വെക്ടർ ഉണ്ട്. പക്ഷെ ഇതൊരു വെക്ടർ ബോൺ ഡിസീസ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. വെക്ടർ ബോൺ ഡിസീസ് എന്നാൽ അത് വെക്ടറിലൂടെ മാത്രമേ പകരൂ എന്നാണ്. വെക്ടർ ബോൺ ഡിസീസ് എന്നാൽ അത് വെക്ടറിലൂടെ മാത്രമേ പകരാൻ പാടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതെന്താണ്? ഇതൊരു വാട്ടർ ബോൺ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. പക്ഷെ ഇതിനൊരു വെക്ടർ ഉണ്ട്. അതാണ് നമ്മൾ മെക്കാനിക്കൽ കാരിയർ എന്ന് പറയുക. അത് ഒറിജിനൽ കാരിയർ അല്ല. വേണമെങ്കിൽ ആ കാരിയറിനും ഈ രോഗം ഉണ്ടാക്കാം. എങ്ങനെ? ഇപ്പോൾ ഒരു സ്ഥലത്ത് ഫീക്കൽ മാറ്റർ ഉണ്ട്, അതിൻ്റെ മേലൊരു ഈച്ച വന്നിരുന്നു. ആ ഈച്ച നേരെ വന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ വരുന്നു. അപ്പോൾ അത് അവിടുന്ന് ഇങ്ങോട്ട് എത്തി. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ആ ഈച്ച വന്നാൽ മാത്രമേ ഉണ്ടാവൂന്നില്ല. ഈ ഫീക്കൽ മാറ്റർ ഉള്ള അമീബ നിങ്ങളുടെ ഫുഡിലൂടെയോ വെള്ളത്തിലൂടെയോ നിങ്ങളുടെ ശരീരത്തിൽ എത്തിയാൽ മതി. അല്ലാതെ ഇവിടെ നമ്മുടെ ഈച്ചേൻ്റെ ആവശ്യമില്ല. എന്നാൽ ഈച്ചയും ഇത് ഉണ്ടാക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ഇവിടെ ഒരു മെക്കാനിക്കൽ കാരിയർ എന്നതിൻ്റെ മെക്കാനിക്കൽ കാരിയറാണ്, മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു വെക്ടറാണ് ഇവിടുത്തെ ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈയും രോഗം പരത്താം, പക്ഷെ അതുകൊണ്ട് മാത്രമേ പരക്കുള്ളൂ എന്ന് പറയരുത്. ഇറ്റ്സ് നോട്ട് എ വെക്ടർ, ഈസ് ഓൺലി എ മെക്കാനിക്കൽ, യാദൃശികമായിട്ട് എത്തിപ്പോകുന്നതാണത്. ഓക്കെ, അപ്പോൾ വാട്ടറിലൂടെയും ഫുഡിലൂടെയും കാര്യമായിട്ട് പകരുന്നത്. ഇനി സിംറ്റംസ് എന്തൊക്കെയാന്ന് നോക്കൂ. അബ്ഡോമിനൽ പെയിൻ, ഇതാൻ്റെ രസം. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാലേ റിറ്റൈൻ ആയിട്ടെടുക്കും, പിന്നെയാണ് ഡയറിയ വരുന്നത്. ഇപ്പൊ അബ്ഡോമിനൽ പെയിൻ, വയറുവേദന വരും. കോൺസ്റ്റിപ്പേഷൻ, ക്രാംസ്, മസില് അത് വയറിലെ മസിൽസ് പിടിക്കുന്ന പോലെ തോന്നും, മസ്കുലാർ ക്രാംസ്. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡിസെൻട്രി എന്ന് പറയുന്നത്. സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റീലിന്റെ സ്റ്റൂളോ അല്ലെങ്കിൽ മരത്തിന്റെ സ്റ്റൂളോ അല്ല. സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ ഫീക്കൽ മാറ്റർ. ആ ഫീക്കൽ മാറ്ററിന്റെ കൂടെ എക്സസ് മ്യൂക്കസ്, കഫവും ഉണ്ടാവും, അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓവറോൾ ആയിട്ട് ലാർജ് ഇൻഡസ്റ്റൈനെ ബാധിക്കുന്ന ഒരു രോഗമാണ്, ഒരു പ്രോട്ടോസോവൽ ഡിസീസാണ് അമീബിയാസിസ്, അമീബിക് ഡിസെൻട്രി. പരിപൂർണമായും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കി, ഇതുകൊണ്ട് ആൾ മരിച്ചൊന്നും പോകില്ല, ചികിത്സിച്ച് ഭേദമാക്കാവുന്ന, പക്ഷെ ആൻറ്റി അമീബിക്കായുള്ള ടാബ്ലറ്റ് തന്നെ കഴിക്കണം. ഇത് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മാറൂല. ആൻറ്റി അമീബിക് ആയിട്ടുള്ള ചില ടാബ്ലറ്റ്സ് ഉണ്ട്, അത് കഴിച്ചിട്ട് മാറ്റാവുന്ന രോഗമാണ് അമീബിയാസിസ്. ഒരു പ്രോട്ടോസോവൽ ഡിസീസാണ്. എൻഡാമീബ ഹിസ്റ്റോലൈറ്റിക്ക എന്ന പാത്തജനാണ് അത് ഉണ്ടാക്കുന്നത്, പ്രോട്ടോസോവ. എന്നാൽ നോക്കൂ നിങ്ങൾ, ഇവിടെ രണ്ടാമത്തെ ഞാൻ എഴുതി അസ്കാരിയാസിസ്. അസ്കാരിയാസിസ് എന്ന് പറയുന്നത് എന്ത് രോഗമാണ്? ഇതിനെയാണ് നമ്മൾ വേം ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുക, വിരശല്യം. ഇതൊരു ഹെൽമിന്തൻ ഡിസീസാണ്, മനസ്സിലാക്കുക. ഇത് പ്രോട്ടോസോവൻ ആണെങ്കിൽ ഇത് അടുത്ത കാറ്റഗറിയാണ്. ഹെൽമിന്ത് ഉണ്ടാക്കുന്ന രോഗമാണ്, വേംസ് ഉണ്ടാക്കുന്ന രോഗമാണിത്, ഹെൽമിന്ത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ 2 ബാക്ടീരിയൽ ഡിസീസ് നിങ്ങൾ പഠിച്ചു, ടൈഫോയിഡ്, ന്യൂമോണിയ. ഒരു വൈറൽ ഡിസീസ് പഠിച്ചു, കോമൺ കോൾഡ്. ഇനി നിങ്ങൾ പഠിച്ചത് 2 പ്രോട്ടോസോവൻ ആണ്, ഒന്ന് അമീബിയാസിസും ഒന്ന് മലേറിയയും. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് 2 ഹെൽമിന്തൻ ഡിസീസാണ്, വേംസ് ഉണ്ടാക്കുന്ന. ഇത് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഒരുപോലെ ഇവിടെ എഴുതി വെച്ചത്, പക്ഷെ രണ്ടും 2 രോഗാണുവാണ്. ഹെൽമിന്ത്, ആഷെൽമിന്തസ് എന്ന വിഭാഗത്തിൽ നിങ്ങൾ നെമാത്തൽമിന്തസ്, ആഷെൽമിന്തസ് എന്ന വിഭാഗത്തിൽപ്പെട്ട എസ്കാരിസ് ലംബ്രിക്കോയിഡ് എന്ന് നിങ്ങൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചതാണ്. സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്, അതായത് നിങ്ങൾ പ്രാക്ടിക്കലിലും പഠിക്കും. മെയിലും ഫീമെയിൽ തിരിച്ചറിയുന്ന വിധം, മെയിൽ ചെറുതാണ് ഫീമെയിൽ വലുതാണെന്നെല്ലാം പറഞ്ഞ് പഠിക്കുന്ന എസ്കാരിസ് ലംബ്രിക്കോയിഡ് എന്ന് പറയുന്ന ഒരു ആഷി ഹെൽമിന്തസ് ഉണ്ടാക്കുന്ന രോഗമാണ്. ഹെൽമിന്ത്യൻ ഡിസീസാണ് അസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത്. അസ്കാരിസ് ലംബ്രിക്കോയിഡ്, റൗണ്ട് വേം എന്ന് പറയുന്ന സാധനം. ഇത് ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? കണ്ടോ, ഇൻഡസ്റ്റൈനെയാണ് ബാധിക്കുന്നത്. അത് അടുത്ത് നോക്കൂ, ഇതൊരു വാട്ടർ ബോൺ ഓർ സോയിൽ ബോൺ ഡിസീസാണ്. പ്രധാനമായിട്ടും കോണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഈ സോയിലിലൂടെ വരാം. ഇതിൻ്റെ ഈ എഗ്ഗ് സോയിലുണ്ടെങ്കിൽ അതിലൂടെ നമ്മളെ ശരീരത്തിൽ കയറാം. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാ? ഇത് ഇന്റേണൽ ബ്ലീഡിങ്, ഇന്റേണൽ ആയിട്ട് ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാക്കാം. മസ്കുലാർ പെയിൻ ഒക്കെ ഏകദേശം റിലേറ്റഡ് ആണ്. പിന്നെ ഫീവർ, അനീമിയ, കാരണം ഇത് നമ്മുടെ ഫുഡും ബ്ലഡ് എല്ലാം ആകുന്നതനുസരിച്ച് നമ്മൾ വിളർച്ച വരും. പിന്നെ ബ്ലോക്കേജ് ഓഫ് ദ ഇൻഡസ്റ്റൈനൽ പാസേജ്, ഈ വേംസ് കൂട്ടം കൂട്ടമായി നിന്ന് കഴിഞ്ഞാൽ ബ്ലോക്കേജ് ഓഫ് ദ ഇൻഡസ്റ്റൈനൽ പാസേജ്, ഇൻഡസ്റ്റൈനൽ പാസേജിനകത്ത് ബ്ലോക്കേജ് വരാം. ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റം ഹെൽമിന്ത്യൻ ഡിസീസ്. ഫസ്റ്റ് ഹെൽമിന്തൻ ഡിസീസ് നിങ്ങൾ പഠിക്കുന്നത് അസ്കാരിസ് ആണ്. പാത്തോജന്റെ പേരെന്താ? അസ്കാരിയാസിസ്. രോഗത്തിന്റെ പേരെന്താ? അസ്കാരിയാസിസ്. പാത്തോജന്റെ പേരെന്താണ്? അസ്കാരിസ് ലംബ്രിക്കോയിഡ്, റൗണ്ട് വേം. ഓക്കെ, ദെൻ part infected intestine is an intestinal parasite. Then mode waterborne or soil-borne. Then symptoms like internal bleeding, muscular pain, fever, anemia, blockage of the intestinal passage. ഇത്രയാണ്. ഓക്കെ, ഇനി നമുക്ക് ഹെൽമിന്തിന്റെ മറ്റൊരു ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഹെൽമിന്തിന്റെ മറ്റൊരു ഡിസീസ് കൂടെ നമുക്ക് പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു പേജ് നമ്പർ 149, പേജ് നമ്പർ 149 ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം തന്നിട്ട് ഇത് ഏത് രോഗമാണെന്ന് പണ്ടൊക്കെ ചോദിക്കാറുണ്ട്. അത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഫൈലേറിയാസിസ്.
മന്തുരോഗം, എലഫന്റിയാസിസ് എന്ന് നമ്മൾ ഇതിനെ പറയും. എലഫന്റിയാസിസ് അല്ലെ, ഫൈലേറിയാസിസ്, എലഫന്റിയാസിസ്. എലഫന്റ് നമ്മുടെ ഈ ആനയുടെ കാല് പോലെ ഇരിക്കും, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പൊ ഈ ഫൈലേറിയാസിസ് എന്ന് പറയുന്ന ഈ രോഗം ആരാണ് ഉണ്ടാക്കുന്നത്? ഫൈലേറിയാസിസ്, അതിന്റെ പാത്തോജന്റെ പേരെന്താ? നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കാം, പാത്തോജൻ. ഈ പാത്തോജന്റെ പേര് വുചെറിയ എന്നാണ്. എഴുതുമ്പോൾ നമ്മൾ വുചെറിയ എന്ന് എഴുതുക, വുചെറിയ ബാൻക്രോഫ്റ്റി. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാ. വുചെറിയ ബാൻക്രോഫ്റ്റി അഥവാ ഫൈലേറിയൽ വേം, മന്തുവിര ആണ് ഇതുണ്ടാക്കുന്നത്. ഇതൊരു എന്ത് രോഗമാണ്? ഹെൽമിന്താണ്. കാരണം വുചെറിയ ബാൻക്രോഫ്റ്റി നിങ്ങൾ പഠിച്ചാണ്. ആഷ്യൽമിൻഡസിലെ 3-4 എക്സാമ്പിളാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത്. ഒന്ന് അസ്കാരിസ് ലംബ്രിക്കോയിഡ്, 2 എൻസൈലോസ്റ്റോമ ഡുവോഡിനൈൽ ഹുക്വാം, 3 വുചെറിയ ബാൻക്രോഫ്റ്റി അതായത് ഫൈലേറിയൽ വേം, എൻഡ്രോബിയസ് വെർമിക്കുലാരിസ് പിൻ വേം, ഇങ്ങനെ 4 പഠിച്ചത്. അതിൽ ഇതാ വുചെറിയ ബാൻക്രോഫ്റ്റി എന്ന് പറയുന്ന ഫൈലേറിയൽ വേം ആണ് ഇതിന്റെ പാത്തോജൻ, മന്തുവിര. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഏത് പാർട്ടിനെയാണ് ഇത് ബാധിക്കുന്നത് എന്നല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ. ഏത് പാർട്ടിനെയാണ് ഇത് ബാധിക്കുന്നത്? മെയിൻലി ഇറ്റ് വിൽ എഫക്ട് ദ, ഏത് ഭാഗത്തെയാ? ഇറ്റ് വിൽ എഫക്ട് ദ ലിംഫാറ്റിക് വെസൽസ് അല്ലെ, ലിംഫിന്റെ ലിംഫാറ്റിക് വെസൽസ്, എസ്പെഷ്യലി എവിടെ? ലോവർ ലിംബില്, നമ്മളെ കാലിലെ ലിംഫാറ്റിക് വെസൽസിനെയാണ് കാര്യമായിട്ട് ഇത് ബാധിക്കുന്നത്. ലിംഫാറ്റിക് വെസൽ, കാരണം ഈ വേം വന്നിട്ട് ലിംഫ് വെസലില് കൂട്ടമായിട്ട് മൈക്രോഫൈലേറിയൽ, ഫൈലേറിയൽ വേമിന്റെ ലാർവ, അത് മൈക്രോഫൈലേറിയ വന്നിട്ട് കൂട്ടമായിട്ട് ഈ ലോവർ ലിംബിന്റെ എന്തില്? ലിംഫാറ്റിക് വെസലില് വന്ന് അടിഞ്ഞുകൂടും. അപ്പൊ ആ ലിംഫിന്റെ ഫ്ലോ ബ്ലോക്ക് ആവും, അപ്പൊ ആ ഭാഗം എൻലാർജ് ആവും. ഇതാണ് ഇതിന്, അതുകൊണ്ടാണ് ഈ രോഗത്തെ എലഫന്റിയാസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പറഞ്ഞു ഇതിന്റെ മോഡ് എന്താന്ന് നോക്കണം. ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? ഏതിലൂടെ പകരുന്നതാണ്? ഇറ്റ്സ് എ വെക്ടർ ബോൺ ഡിസീസ്. നമുക്ക് അറിയുന്ന കാര്യമല്ലേ ഇത്? ഇറ്റ്സ് എ വെക്ടർ ബോൺ ഡിസീസ് അല്ലേ? ഒരു വെക്ടറിലൂടെയാണ്. ആരാണ്? ക്യൂലസ് മൊസ്കിറ്റോ, അതായത് ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോയാണ് ഇതുണ്ടാക്കുന്നത്. ക്യൂലസ് മൊസ്കിറ്റോ. അൺഫോർച്ചുനേറ്റ്ലി എന്തുകൊണ്ടാണ് ഈ ഫീമെയിൽ ആയി പോകുന്നത്? ഇതിനൊക്കെ കാരണക്കാരെ, കാരണം അവരാണ് ബ്ലഡ് കുടിക്കുന്നത്. കാരണം അത് റീപ്രൊഡക്റ്റീവ് പർപ്പസിനാണ് ഞാൻ പറഞ്ഞു. മെയിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫുഡായിട്ട് അവർ ബ്ലഡ് അല്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോ എന്ന ഒരു വെക്ടർ വഴിയാണ് ഈ രോഗം പകരുന്നത്. അപ്പോൾ അതൊരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. കണ്ടോ, നിങ്ങൾ നേരത്തെ പഠിച്ച എൻഡമീബ ഇല്ലേ, അതൊരു മോണോജനറ്റിക് പാരസൈറ്റ്, നേരിട്ട് നമ്മുടെ ശരീരത്തിൽ കയറുക. ഇവിടെ എങ്ങനെയല്ല, ഇത് ഡൈജനറ്റിക് ആണ്. ഇതിന് 2 ഹോസ്റ്റ് ഉണ്ട്, ഒന്ന് മനുഷ്യൻ, ഒന്ന് ഫീമെയിൽ മൊസ്കിറ്റോ, ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോ. മനസ്സിലായില്ലേ? പിന്നെ ഇതിന്റെ സിംറ്റംസ് പറഞ്ഞാൽ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. സിംറ്റംസ് നിങ്ങൾക്ക് അറിയാം. എന്താ ഇതിന്റെ സിംറ്റംസ്? എൻലാർജ്മെന്റ് ഓഫ് ദ എഫക്റ്റഡ് പാർട്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാവുന്ന രോഗമല്ല, കുറേ കാലം ഇതിങ്ങനെ അടിഞ്ഞുകൂടിയിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ എഫക്റ്റഡ് പാർട്ട് എൻലാർജ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ഈ രോഗത്തെ നമുക്ക് എലഫന്റിയാസിസ് എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു റെമഡി ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിന് നമ്മൾ ചെയ്യുന്ന എന്താ? ഓൺലി ദ സർജിക്കൽ പ്രൊസീജിയർ. സർജറി ചെയ്യല്ലാതെ വേറെ വഴിയില്ല. വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വേറെ കാര്യം പറഞ്ഞു തരാം. ഇത് നിങ്ങളുടെ ഈ ലോവർ ലിംബിനെ മാത്രമല്ല ബാധിക്കുന്നത്, അത് പ്രത്യേകിച്ചിട്ട് മെയിലില് സെക്സ് ഓർഗാനിനെ ബാധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫീമെയിലിൽ ബ്രസ്റ്റിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഭാഗങ്ങളെയും ബാധിക്കും. പക്ഷെ പ്രധാനമായിട്ടും നമ്മുടെ ലോവർ ലിംബിലെ ലിംഫാറ്റിക് വെസലാണ് ഇത് കൂട്ടമായിട്ട് കാണുന്നത്. ഓക്കെ, സിംറ്റം എന്ന് പറഞ്ഞാൽ എൻലാർജ്മെന്റ് ഓഫ് ദ ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദ എഫക്റ്റഡ് പാർട്ട്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൺലി സർജിക്കൽ പ്രൊസീജിയറേ ഉള്ളൂ. വരാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ യൂസ് ഓഫ് മൊസ്കിറ്റോ നെറ്റ്സ്, മൊസ്കിറ്റോ റിപ്പലന്റ്, മൊസ്കിറ്റോ വഴിയല്ലേ പകരുള്ളൂ. ഇപ്പോൾ കൊതുക് വല, മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൊസ്കിറ്റോ റിപ്പലന്റ് ഉപയോഗിക്കുക.
അതല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് വാട്ടറിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ക്രൂഡ് ഓയിൽ പോലുള്ള മൊസ്കിറ്റോനെ കൊല്ലുന്ന കെമിക്കൽസ് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡ്. ദീസ് ആർ എവറിത്തിങ് അബൌട്ട് ദ ഹെൽമിന്തൻ ഡിസീസ്. ഇപ്പം നമ്മൾ 2 ഹെൽമിന്തൻ ഡിസീസാണ് പഠിക്കുന്നത്. ഒന്ന് അസ്കാരിയാസിസും ഒന്ന് ഇതിൽ പേജ് നമ്പർ 149 ഒരു ഡയഗ്രം ഉണ്ട്. ഈ ഡയഗ്രം തന്നിട്ട് ചോദിക്കാറുണ്ട് ഏത് രോഗമാണെന്ന്. ഫൈലേറിയാസിസ് എന്ന് എഴുതണം. എന്താണ്, ആരാണെന്ന് ചോദിക്കും. ബുചെറിയ ബാൻക്രോഫ്റ്റിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മറ്റൊരു പേര് എലഫന്റിയാസിസ്. അതുപോലെ ഇത് എവിടെയാണ് ബാധിക്കുന്നത്? ലിംഫാറ്റിക് വെസൽസ് ഓഫ് ദ ലോവർ ലിംബ്, എലഫന്റിയാസിസ് എന്ന് പറയും. ഇത്രയാണ് ഇതിൽ നമ്മൾ ഹെൽമിന്തൻ ഡിസീസ് പഠിക്കാനുള്ളത്. ഓക്കെ.